നമസ്കാരം. ഏവർക്കും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പുതിയ ഒരു ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മൾ കണ്ട ഭീകരമായ ഇടിവിനെ തുടർന്ന് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒരു അയവും വന്നിട്ടില്ല. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ആശ്വാസമായിട്ട് വരുന്നത് ഇന്നലെ രാത്രിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വരിക ഉണ്ടായി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തീർക്കുമെന്നും അതിനൊരു അയവ് വരുത്തുമെന്നുമുള്ള ഒരു പ്രസ്താവന വന്നതേ തുടർന്നാകാം ഇപ്പോൾ നിലവിൽ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു ചെറിയ പോസിറ്റീവ്നെസ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടാണ്, ഏകദേശം 36 പോയിന്റിന്റെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് നമുക്ക് കാണുവാനായിട്ട് നിലവിൽ ഓപ്പൺ ആയ മാർക്കറ്റുകൾ വെച്ച് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ജപ്പാന്റെ നിക്കി 225 0.80% നേട്ടത്തോടു കൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. തത്സമയം സിംഗപ്പൂർ മാർക്കറ്റ് 0.38% ഇടിവോട് കൂടിയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊറിയയുടെ ഹോസ്പി 0.31% നേട്ടത്തോടു കൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തായ്വാൻ മാർക്കറ്റ് 0.53% ഇടിവിലാണ് വ്യാപാരം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ഏകദേശം 40 പോയിന്റിന്റെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും പ്രൈസസ് ഉയർന്നു തന്നെ നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെ അഭിപ്രായമല്ല, അനലിസ്റ്റുകളാണ്. അത് മാത്രമല്ല, ഇത് മാർക്കറ്റാണ്. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം. ഇതൊരു കോൺക്രീറ്റ് മെഷേഴ്സ് അല്ല. നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 24,450 എന്ന റേഞ്ച് നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വലിയൊരു ഫോൾ ഉണ്ടായെങ്കിൽ കൂടി കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഈ ലെവൽ ഒരു സപ്പോർട്ട് ലെവലായിട്ട് തന്നെ വർക്ക് ചെയ്യാം. ഇനി അവിടെ നിന്നും നിഫ്റ്റി താഴേക്ക് പതിക്കുകയാണെങ്കിൽ 24,370 എന്ന റേഞ്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം അവിടെയായിരുന്നു മെയ് 12 നമ്മൾ കാണുവാൻ ഒരു മാസം മുന്നേ നിഫ്റ്റി 1000 പോയിന്റിന്റെ ഇൻട്രാഡേ റൺ നടത്തിയ ദിനം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. അന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് ആയിരുന്നു 24,370 എന്നത്. സോ ആ ലെവൽ വളരെ ക്രൂഷ്യലായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് ടുവേർഡ്സ് ഡൗൺ സൈഡ്. അത് കഴിഞ്ഞാൽ പിന്നെ 24,000 എന്ന റേഞ്ച് ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ തന്നെയായിരിക്കും നിഫ്റ്റിക്ക്. മാർക്കറ്റാണ് ഇങ്ങനെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എത്ര വേണമെങ്കിലും മാർക്കറ്റിന് ഇടിയുവാനായിട്ട് സാധിക്കും. അതേസമയം അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയിൽ ഒരു റീബൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ റിക്കവറി വരികയാണെങ്കിൽ നിഫ്റ്റി 24,700, 24,800, 24,900, 25,000 എന്ന റേഞ്ചുകളിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുമെന്നാണ് അഭിപ്രായം. ഇതിനെയൊക്കെ മറികടക്കുകയാണെങ്കിൽ 25,200, 25,300 ലെവലുകളിൽ നിഫ്റ്റിക്ക് ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒന്നെങ്കിൽ മുകളിലേക്ക് പോകണമെങ്കിൽ 25,300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടുള്ള കുതിപ്പിന് സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ 24,000 എന്ന റേഞ്ച് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സോ ഈ രണ്ട് ലെവലുകളും 24,000, 25,300 എന്ന റേഞ്ചും വളരെ പ്രധാനമാണ്. നിഫ്റ്റിക്ക് ഒന്നെങ്കിൽ ഒരു വലിയ നേട്ടത്തിലേക്ക് പോകാനും അതല്ലെങ്കിൽ ഒരു വലിയ തകർച്ചയിലേക്ക് പോകുവാൻ വേണ്ടിയും. ഇനി നമുക്ക് ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച എല്ലാ ADR സ്റ്റോക്സും അമേരിക്കയിൽ നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ റെഡ്ഡീസും HDFC ബാങ്ക് ADRുമാണ് ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ടത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 57,000 എന്ന റെക്കോർഡ് ഓൾ ടൈം ഹൈ ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ അവിടെ നിന്ന് 2% ഇടിവാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.71 ആയിട്ടാണ്
നിലനിൽക്കുന്നത്. നിഫ്റ്റിയുടെ മാക്സ് പെയിൻ നിലനിൽക്കുന്നത് 24,800 എന്ന നിലയിലാണ്. നിഫ്റ്റി 50യുടെ ഡെയിലി ചാർട്ട്സ് നോക്കുമ്പോൾ ഒരു സ്മോൾ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് ഫോം ആയേക്കുന്നത് കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും വെള്ളിയാഴ്ചത്തെ ഫോളിൽ നിന്നും ഒരു റാലി കാണുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനെ തുടർന്നാണ്. എങ്കിലും സെന്റിമെന്റ്സ് നിലനിൽക്കുന്നത് നെഗറ്റീവ് ആയിട്ട് തന്നെയാണ്. നിഫ്റ്റി നിലവില് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10 ഡേ 20 ഡേ EMA താഴെയായിട്ടാണ് നിലവിൽ വ്യാപാരം അവസാനിപ്പിച്ച് നിലനിൽക്കുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സൈക്കിൾ കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കോൾ റൈറ്റിംഗും 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. ഫുഡ് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നു. 23,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ഒരു സ്മോൾ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ കാൻഡിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. വെള്ളിയാഴ്ച ഉണ്ടായ ചെറിയ റാലിയെ തുടർന്ന് തന്നെയാണ്. എങ്കിലും സെന്റിമെന്റ്സ് നിലനിൽക്കുന്നത് നെഗറ്റീവ് തന്നെയായിട്ടാണ്. കാരണം ഗ്ലോബൽ ക്യൂസും മിഡിൽ ഈസ്റ്റ് ടെൻഷൻസും ക്രൂഡ് ഓയിലിന്റെ പ്രൈസസിന് ഉണ്ടാകുന്ന വർധനവ് കൊണ്ട് തന്നെയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ സെന്റിമെന്റ്സ് നെഗറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.68 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,000 ആയിട്ട് നിലനിൽക്കുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. തത്സമയം 55,500 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫുഡ് സൈഡിലേക്കും 56,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫുഡ് റൈറ്റിംഗും കാണാൻ സാധിക്കുന്നത് 54,500 എന്ന ലെവലിലാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്പൈസ് ജെറ്റ് കമ്പനിയുടെ ക്വാർട്ടർ 4 റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 319 കോടി രൂപയുടെ നേട്ടമാണ് കമ്പനി നേടിയത്. 2018 ശേഷം ഏറ്റവും വലിയ നേട്ടമാണ് ഫസ്റ്റ് ഫുൾ ഇയർ നെറ്റ് ഗെയിനിൽ കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. യെസ് ബാങ്ക് മോഡീസ് റേറ്റിംഗ് ഏജൻസി യെസ് ബാങ്കിനെ അപ്ഗ്രേഡ് ചെയ്തു. BA2 നിന്നും BA3 ഉയർത്തി. സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ഔട്ട്ലുക്കിനെയും മാറ്റം വരുത്തിക്കൊണ്ട് സ്റ്റേബിൾ എന്ന റേറ്റിംഗ് നൽകുകയുണ്ടായി. ഇൻഫോസിസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ 2026 ക്വാർട്ടർ പോസ്റ്റ് റിസൾട്ട് ജൂലൈ 23 പ്രസിദ്ധീകരിക്കുമെന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. മാരിക്കോ LIC 2% കമ്പനിയിൽ ഉണ്ടായിരുന്ന സ്റ്റേക്കുകൾ വിറ്റഴിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് 2,57,73,028 ഷെയറുകളാണ് വിറ്റൊഴിക്കുകയുണ്ടായത്. NBCC 519 കോടി രൂപ വില വരുന്ന പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ടോറന്റ് പവർ കമ്പനിക്ക് 300 മെഗാവാട്ട് വിൻഡ് പവർ പ്രൊജക്ട്സിന്റെ പുതിയ ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി. സൂസ്ലോൺ എനർജി ജിയോജിത് എന്ന ബ്രോക്കറേജിംഗ് സ്ഥാപനം സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അക്യുമുലേറ്റ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ബ്രോക്കറേജ് ടാർഗറ്റ് പ്രൈസ് 71 രൂപയിൽ നിന്നും 77 രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.